നമ്മള് എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഉടുപ്പ് തയ്ച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. കേരളത്തില് UDF ചാൻസ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തൊട്ട് ഒരുപാട് ആളുകൾ അതിന് വേണ്ടി ആ സ്ഥാനത്തേക്ക് വേണ്ടി തയ്യാറായിരിക്കണം. അതിലെ ഏറ്റവും പ്രമുഖരാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന ആള്. അപ്പൊ ഈ KC വേണുഗോപാൽ വരുന്നതും അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള വിവാദങ്ങളും ഭയങ്കരമായിട്ട് പിക്ചറിലേക്ക് വരും. ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ KC വേണുഗോപാലിനെ പറ്റി ഇതിന് മാത്രം വലിയ പരാമർശങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ കുറച്ച് നാളുകൾക്ക്. തീർച്ചയായും. അപ്പൊ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് അടിക്കടി ആരോപണങ്ങളാണ്. ഇപ്പം ഹരിയാനയിലെ സീറ്റ് കൊടുക്കാമെന്നുള്ള കോഴ വിവാദം, അതിനുശേഷം ഇരട്ട ആധാറുമായിട്ട് പിന്നെ എന്താണ് വോട്ട് കൂട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പയ്യന്നൂർ മണ്ഡലത്തിലെ വിവാദം, അത് കഴിഞ്ഞതാ ഇപ്പൊ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു അടുത്ത ഏറ്റവും പുതിയ വാർത്തയാണത്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തി നാളെ ഇതിന്റെ ഫലപ്രഖ്യാപനം വരുന്ന സമയത്ത് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ടോന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഇതിൽ ഏറ്റവും വലിയ കാരണം ആദ്യമായിട്ട് ഒരു ആദ്യമായിട്ടെന്നല്ല ഏറ്റവും ഈ റീസെന്റ് വരുന്ന സാധനം ഹരിയാനയിലെ വിഷയമാണ്. ഹരിയാനയിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് സുമിത്ര ദേവി അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഗൗരവ് കുമാർ എന്നിവരുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങി അവർക്ക് സീറ്റ് കൊടുത്തില്ല എന്നൊരു ആരോപണം KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെതിരെ അല്ലെങ്കിൽ MP ആയിട്ടുള്ള ആൾക്കെതിരെ ഉണ്ടാകുന്നു. അതൊന്ന് കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന പോലെ പയ്യന്നൂരില് മണ്ഡലത്തിലേക്ക് മറ്റ് മണ്ഡലങ്ങളിൽ നിന്നെല്ലാം വോട്ട് ചേർത്തു എന്ന് പറഞ്ഞ് CPM-നെതിരെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ അത് തെളിയിക്കണമെന്ന് പറഞ്ഞ് ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതിനെ തമ്മിൽ ചർച്ചകളും വിവാദങ്ങളും കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ മൂന്നാമത്തെ വിവാദമാണ് കൂട്ടത്തിൽ കുറച്ചും കൂടെ ആളുകളുടെ ശ്രദ്ധയൊക്കെ തീർച്ചയായും അങ്ങനെ ആയിരിക്കണമല്ലോ. ഒന്നിൽ പഠിച്ചാൽ മൂന്നെന്നാണല്ലോ. മൂന്നെന്നാണ്. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ TVK സഖ്യവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു KC എന്ന് പറയുന്ന രീതിയിലൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിട്ടുള്ളത് മഹിളാ കോൺഗ്രസിന്റെ തന്നെ അധ്യക്ഷയായിട്ടുണ്ടായിരുന്ന ഹസീന സെയ്ദാണ്. അവര് രാജിവെച്ചു. അതെ, അവർ രാജിവെച്ചു. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KC വേണുഗോപാലിനെയും ലാബയെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അവര് തമ്മിൽ അവരൊരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് പോലെയാണ് അവര് ചൂട് പിടിക്കണമെങ്കിൽ അതൊരു അപവാദമായിരിക്കണം. അതെ, അങ്ങനെ ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള അവരുടെ ഇടപെടലുകൾ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അവിടെ ഹസീന സെയ്ദിനെ മത്സരിക്കുന്ന പല സ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിന്നും മാറ്റുന്നതിന് കാരണമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ആൾക്ക് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവർ പറയുന്നത് DMK-യുമായിട്ട് ഒരു ബന്ധം നല്ലൊരു ബന്ധമാണ് കോൺഗ്രസിനുള്ളത്. ആ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് TVK-യുമായി, അതായത് വിജയുടെ തമിഴ് വെട്രി കഴകവുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാം. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ താരരാജാവ് എന്ന് തന്നെ നമുക്ക് പറയാം വിജയ് എന്ന് പറയാം. അപ്പൊ വിജയ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വിജയുടെ ഫാൻസ് കേരളത്തിലും അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ യുവാക്കൾക്കിടയിൽ ഒരു പക്ഷേ കോൺഗ്രസിന് കൂടുതൽ വോട്ട്, അതായത് കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിലുള്ള ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയും വോട്ട് കൂടുതൽ നേടിയെടുക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു നീക്കം എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ശരിയാണെന്ന് പറയാൻ കഴിയുമോ? ശരിയാണെന്ന് നമ്മൾ പറയുന്നതിനേക്കാളേറെ ഇത്തരത്തിലൊരു ആരോപണം ദീർഘകാലമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം TVK-യുമായി ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് പൊതുവെ ഇപ്പൊ രാഹുൽ ഗാന്ധിയും DMK-യും തമ്മിലുള്ള ഒരു ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ തന്നെ അദ്ദേഹം കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നില്ല എന്നത് ഒരു വലിയൊരു കാര്യമായിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു സഖ്യമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. DMK-യും കോൺഗ്രസും ഒക്കെ ചേർന്ന് BJP-ക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള ഒരു വിശാല സഖ്യമാണ്. ഈ സഖ്യത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാണ് ഇവർ രണ്ടുപേരും. എന്നിട്ട് പോലും തമിഴ്നാട്ടിലെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി എത്തുന്നില്ല എന്നൊരു ഒരു ചിന്ത അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ തന്നെയാണ് TMK-യുമായിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ കോൺഗ്രസിലെ ചില ആളുകൾ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അത് പൂർണ്ണമായിട്ടും അധികാരം മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും വിലയിരുത്തപ്പെടാൻ ചാൻസ് ഉള്ളത്. KC-യെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അധികാരമോഹിയല്ല, എനിക്ക് സ്ഥാനമാനങ്ങളിൽ മോഹമില്ല, എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട, എനിക്ക് ജനങ്ങളെ സേവിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും ഹസീന സെയ്ദ് പറയുന്നതെന്ന് പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട്
ഉള്ള ഒരു മുൻകരുതലുകളാണ് ഇവിടെ ചെയ്തു തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പറയുന്നതിൽ എത്രമാത്രം വിരുദ്ധതയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് എന്നുള്ളത്. അതെ, അപ്പം സോണിയാഗാന്ധി ഇടപെട്ടാണ് TVKയുമായി സഖ്യം വേണ്ട എന്നും DMK ആയിട്ടും ഉള്ള സഖ്യം തന്നെ മതി എന്നുള്ളൊരു അന്തിമ നിലപാടിലെത്തുന്നത്. അതിന് വിജയ് പറഞ്ഞിട്ടുള്ളതും കോൺഗ്രസുമായി സഖ്യം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ പൈസ അവിടെ മാറ്ററായി വരുന്നത് കൊണ്ടും പൈസയുള്ള സഖ്യം മുൻപിൽ ജയിക്കാൻ പോകുന്നത് കൊണ്ടുമാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാതെ വന്നതെന്ന് വിജയ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ബന്ധത്തിന് സാധ്യതകൾ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നതില് പറയുന്നതിൽ സത്യം ഉണ്ടാവാനാണ് ചാൻസ്. എന്തുതന്നെയായാലും ബേസിക് ആയിട്ട് നമുക്ക് മൊത്തത്തിൽ ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാവുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ KC പല രീതിയിൽ നടത്തുന്നു. പക്ഷെ ഈ നടത്തുന്നതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തെ എങ്ങനെ അടിച്ച് താഴ്ത്തണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള വിവാദങ്ങൾ കൊണ്ടുവന്ന് ഹൈക്കമാൻഡ് നാളെ അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് എത്തിക്കാതിരിക്കുന്നതിന് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള വേറൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വിവാദങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുന്നതും അതിന് വേറെ ആളുകൾ കയറി പിടിക്കുന്നതും അത് ഭയങ്കര സ്പ്രെഡ് ആവുന്നതും. പക്ഷെ എന്ത് പറഞ്ഞാലും KC വേണുഗോപാൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം നിഷ്കളങ്കനായ അധികാരമോഹി അല്ലാത്ത ഒരാളാണെന്ന് നമുക്ക് ഈ മൊത്തത്തിലുള്ള പിക്ചറിൽ നിന്ന് അങ്ങനെയല്ല തോന്നുന്നത്. ഡെഫിനറ്റ്ലി അദ്ദേഹം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പദമാണ്. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അദ്ദേഹത്തിന് അതിനുള്ള പണികൾ കിട്ടുന്നതായിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് നമുക്ക് വരാൻ പോകുന്ന ഇതിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ആരാണ് എന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അതിലൂടെ തന്നെ കണ്ടറിയേണ്ടതുണ്ട്.